മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്വീറ്റായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ എപ്പോഴും കാണുന്ന 3 ചേരുവകൾ ഉപയോഗിച്ചൊരു റെസിപ്പി. ഞാനിവിടെ ഒരു കപ്പിൽ 3/4 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, കുറച്ച് വാനില എസൻസ്. വാനില എസൻസിന് പകരം നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം, പക്ഷേ വാനില എസൻസ് ചേർക്കുന്നതായിരിക്കും കൂടുതൽ മണവും ടേസ്റ്റൊക്കെ. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് നെയ്യ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അളവ് പറയുന്നില്ല, ഞാൻ കുറച്ച് ഉരുക്കി വെച്ചിട്ട് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഞവടിയെടുക്കണം. നമ്മളിങ്ങനെ ഞവിടുന്നതിലാണേ ഇരിക്കുന്നത്. ചെറിയ ചൂടോടെ കൂടിയാണ് നെയ്യ് ഇരിക്കുന്നത്. നല്ലപോലെ ഇങ്ങനെ ഒഴിക്കാം. ഞാൻ ഏകദേശം അത്രയും തന്നെ ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യ് നല്ലപോലെ ഞവടി എടുത്ത് ഒന്ന് ഉരുട്ടി എടുക്കാൻ പാകത്തിന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അപ്പോൾ അത്രയും നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നെയ്യുടെ കണക്ക് പറയാത്തത്. ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി ഞാനിവിടെ നെയ്യ് തടവിയ ഒരു പ്ലേറ്റിനകത്ത് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ചരുവം നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വെച്ച് കൊടുത്ത് അതിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒരു 25 മിനിറ്റ് ഒന്ന് ചൂടാക്കി നമുക്കിത് അടച്ച് വെച്ച് ചൂടാക്കി എടുക്കാം. ഒരു 25-30 മിനിറ്റ് മതി കേട്ടോ, അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. ഇത് ചൂടാകും തോറും നല്ലൊരു സോഫ്റ്റായിട്ട് വരുവേ. ഇതൊരു ബിസ്ക്കറ്റ് പോലെയൊക്കെ. നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.